നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഭീകരാക്രമണം നിലയ്ക്കാതെ അതിർത്തി ഗ്രാമങ്ങൾ. ഓപ്പറേഷൻ നാദർ ഏറ്റുമുട്ടലിൽ 3 ഭീകരരെ സുരക്ഷാ സേന വധിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന് സഹായം നൽകിയ ആസിഫ് ഷെയ്ഖ് അടക്കമുള്ള 3 ലഷ്കർ ഭീകരരെയാണ് വധിച്ചത്. പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള ജനസേവന കേന്ദ്രമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഓഫീസുകളെന്ന് രമേശ് ചെന്നിത്തല MLA. നവീകരിച്ച കുന്നംകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന്റെയും ഇന്ദിരാഗാന്ധി കോൺഗ്രസ് ഭവൻ CT ഗീവർ മാസ്റ്റർ സ്മാരക കോൺഫറൻസ് ഹാളിന്റെയും ഉദ്ഘാടനം രമേശ് ചെന്നിത്തല നിർവഹിച്ചു. കേച്ചേരിയിലെ പെരുവൻമലയിലെ കുടിവെള്ള സംഭരണിയുടെ പൂട്ട് വീണ്ടും തകർത്ത സാമൂഹ്യവിരുദ്ധരുടെ വിളയാട്ടം. പോലീസ് പരിശോധന കാര്യക്ഷമമാക്കണമെന്ന് ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ്. കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ നിർണായകമായ സ്ഥാനമുള്ള രാഷ്ട്രീയ നാടകമായ പാട്ടബാക്കി മെയ് 18 ഞായറാഴ്ച പിറവികൊണ്ട മണ്ണിലേക്ക് വീണ്ടും എത്തുന്നു. ചടങ്ങിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. ചരിത്രത്തിൽ ആദ്യമായി തലപ്പിള്ളി താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടി CPIM നേതൃത്വം നൽകിയ സഹകരണ സംരക്ഷണ മുന്നണി. ചരിത്ര വിജയത്തിന്റെ ഭാഗമായതിന്റെ അഭിമാനത്തിൽ കൂനമുച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി KJ ബിജു. തെരുവുനായ ആക്രമണം ഒഴിയാതെ നാട്. കേച്ചേരിയിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ 10 വയസ്സുകാരൻ ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ഓപ്പറേഷൻ നാദർ ഏറ്റുമുട്ടലിൽ 3 ഭീകരരെ സുരക്ഷാ സേന വധിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന് സഹായം നൽകിയ ആസിഫ് ഷെയ്ഖ് അടക്കമുള്ള 3 ലഷ്കർ ഭീകരരെയാണ് വധിച്ചത്. അവന്തിപ്പോറയിലെ നാദറിൽ സൈന്യം നടത്തിയ ഓപ്പറേഷനിലാണ് ഭീകരരെ കൊലപ്പെടുത്തിയത്. നാദർ ഗ്രാമത്തിലെ ഒരു വീട്ടിലാണ് ഭീകരർ ഒളിച്ചിരുന്നത്. ലഷ്കർ ഭീകരരായ യാവർ അഹമ്മദ്, ആസിഫ് അഹമ്മദ് ഷെയ്ഖ്, അമീർ നാസർ വാനി എന്നിവരെയാണ് വധിച്ചത്. മെയ് 12 മുതൽ ആസിഫ് ഷെയ്ഖ് ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. ഭീകരർ സ്ഥലത്തുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സൈന്യം ഓപ്പറേഷൻ നടത്തിയത്. പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഭീകരരെ സഹായിച്ച ഭീകരനാണ് ആസിഫ് ഷെയ്ഖ്. പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള ജനസേവന കേന്ദ്രമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഓഫീസുകളെന്ന് രമേശ് ചെന്നിത്തല MLA. നവീകരിച്ച കുന്നംകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന്റെയും ഇന്ദിരാഗാന്ധി കോൺഗ്രസ് ഭവൻ CT ഗീവർ മാസ്റ്റർ സ്മാരക കോൺഫറൻസ് ഹാളിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കയറി വരാനും ഏതൊരു പ്രശ്നമായാലും പറയുന്നതിനും കോൺഗ്രസിന്റെ ഓഫീസുകൾ തുറന്നിട്ടിരിക്കും. ഇടതുപക്ഷത്തിന്റെ ദുർഭരണം കേരളത്തെ പരിപൂർണമായി തകർത്തിരിക്കുകയാണെന്നും പാർട്ടിക്കാരല്ലാത്ത ആളുകൾക്ക് കേരളത്തിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളതെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. അതിരൂക്ഷമായ തൊഴിലില്ലായ്മ നിലനിൽക്കെ പാർട്ടി പ്രവർത്തകരായ 2 ലക്ഷം പേരെ കേരളത്തിന്റെ വിവിധ സർക്കാർ വകുപ്പുകളിൽ നിയമിച്ചുകൊണ്ട് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചാണ് ഇടതുപക്ഷ സർക്കാർ ഭരണം കൈയാളുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഓഫീസുകൾ എന്ന് പറയുന്നത് ജനസേവാ കേന്ദ്രങ്ങളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ജനങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കയറി വരാൻ കഴിയുന്ന, ഏത് ആപരാധികളും പറയാൻ കഴിയുന്ന ഓഫീസുകളാണ് കോൺഗ്രസ് ഓഫീസുകൾ. ഈ അഴിമതി ഭരണത്തിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കണം. പാവപ്പെട്ടവന്, സാധാരണക്കാരന്, അധ്വാനിക്കുന്നവന്, പാർട്ടിക്കാരല്ലാത്ത ആർക്കും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അതിനെതിരായ പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത്. ആ പോരാട്ടം വിജയിക്കണമെങ്കിൽ കുന്നംകുളം ഉൾപ്പെടെയുള്ള സീറ്റുകൾ ജയിച്ചുകൊണ്ടേ മതിയാവും. കുന്നംകുളം നഗരസഭാ ചെയർമാനായിരുന്ന KPE യാക്കു സൗജന്യമായി നൽകിയ സ്ഥലത്ത് 1985 കോൺഗ്രസ് ഭവൻ സ്ഥാപിതമായത്. പിന്നീട് കാലപ്പഴക്കത്താൽ കെട്ടിടം ജീർണാവസ്ഥയിലാവുകയായിരുന്നു. ആദ്യകാല കോൺഗ്രസ് പ്രവർത്തകനും അധ്യാപക യൂണിയൻ ഭാരവാഹിയുമായിരുന്ന CT ഗീവർ മാസ്റ്ററുടെ മകൻ ഡോക്ടർ സന്തോഷ് ഗീവറാണ് കോൺഗ്രസ് ഭവന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും മോടി പിടിപ്പിക്കുന്നതിനും പങ്കുവഹിച്ചത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PI തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് മുഖ്യാതിഥിയായി. മുൻ MLA TV ചന്ദ്രമോഹൻ, മുൻ UDF ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി, DCC സെക്രട്ടറിമാരായ KC ബാബു, CI ഇട്ടി മാത്യു, ബിജോയ് ബാബു, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. നേതാക്കളായ ബിജു C ബേബി, മിഷ സെബാസ്റ്റ്യൻ, രേഷ്മ സതീഷ്, ജെറിൻ P രാജു, വരുൺ കാരി, ഷാജി അലിക്കൽ, CK സതീശൻ എന്നിവർ പങ്കെടുത്തു. ചടങ്ങിന് VV വിനോജ് സ്വാഗതവും മധു K നായർ നന്ദിയും പറഞ്ഞു.
സംസ്ഥാനത്ത് ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സ്വർണ്ണവില കുത്തനെ ഇടിഞ്ഞു. പവന് 1560 രൂപയാണ് ഒറ്റയടിക്ക് കുറഞ്ഞത്. ഇതോടെ ഒരു മാസത്തിനു ശേഷം സ്വർണ്ണവില 69,000-ന് താഴെയെത്തി. ഇന്ന് ഒരു പവൻ സ്വർണത്തിന്റെ വില 68,880 രൂപയാണ്. ഇന്നലെ പവന് 320 രൂപ വർദ്ധിച്ചിരുന്നു. എന്നാൽ അതിനു മുൻപ് 2,280 രൂപയാണ് 2 ദിവസം കൊണ്ട് സ്വർണത്തിന് കുറഞ്ഞത്. ഇന്നത്തെ വിലയിടിവ് സ്വർണ്ണാഭരണ ഉപഭോക്താക്കൾക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. വെള്ളിയുടെ വിലയും കുറഞ്ഞിട്ടുണ്ട്. 1 ഗ്രാം സാധാരണ വെള്ളിയുടെ വില 107 രൂപയാണ്. കേച്ചേരിയിലെ പെരുവൻമലയിലെ കുടിവെള്ള സംഭരണിയുടെ പൂട്ട് വീണ്ടും തകർത്ത് സാമൂഹ്യവിരുദ്ധരുടെ വിളയാട്ടം. പോലീസ് പരിശോധന കാര്യക്ഷമമാക്കണമെന്ന് ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. ചൂണ്ടൽ പഞ്ചായത്തിലെ എരനെല്ലൂർ, ചൂണ്ടൽ വില്ലേജുകളിലെ കേച്ചേരി, പെരുമണ്ണ്, എരനെല്ലൂർ, മഴുവഞ്ചേരി, തലക്കോട്ടുകര, മണലി, ചിറനെല്ലൂർ, പട്ടിക്കര, പറപ്പൂർ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്നത് പെരുവൻമലയിലെ ടാങ്കിൽ നിന്നാണ്. കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിലും സാമൂഹ്യവിരുദ്ധർ ഇവിടെ പൂട്ട് തകർത്തിരുന്നു. സംഭരണിയുടെ വാതിൽ തകർത്ത സാമൂഹ്യവിരുദ്ധർ വെള്ളത്തിൽ എന്തെങ്കിലും കലർത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി സാമ്പിൾ ശേഖരിച്ചിരുന്നു. ഇതിന്റെ പരിശോധനാ റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് ബുധനാഴ്ച വെള്ളം വിതരണം പുനരാരംഭിക്കുകയും ചെയ്തു. എന്നാൽ രാത്രിയുടെ മറവിൽ സാമൂഹ്യവിരുദ്ധർ വീണ്ടും പൂട്ട് തകർത്തതോടെ വെള്ളം വിതരണം വീണ്ടും മുടങ്ങുന്ന സാഹചര്യമുണ്ടായിരിക്കുകയാണ്. പ്രതിദിനം പഞ്ചായത്തിലെ 1000-ലേറെ കുടുംബങ്ങൾക്കായി 5 ലക്ഷം ലിറ്റർ കുടിവെള്ളമാണ് ഈ സംഭരണി വഴി വിതരണം നടത്തുന്നത്. 4 ദിവസത്തിനിടെ രണ്ടാം തവണയും പൂട്ട് തകർത്തതിനെ തുടർന്ന് ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിലും പഞ്ചായത്ത് അംഗം സ്മിത ഷാജിയും കുന്നംകുളം പോലീസ്, വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. സാമൂഹ്യവിരുദ്ധരുടെ വിഹാരകേന്ദ്രമായി മാറിയ പെരുവൻമലയിൽ തുടർച്ചയായി കുടിവെള്ള സംഭരണിക്ക് നേരെ നടക്കുന്ന അതിക്രമം അങ്ങേയറ്റം അപലപനീയമാണെന്നും ഇതിന് പിന്നിലുള്ളവരെ കണ്ടെത്താൻ പോലീസിൽ പരാതി നൽകിയതായും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. വ്യാഴാഴ്ച ടാങ്കിൽ നിന്നും ശേഖരിച്ച വെള്ളം വാട്ടർ അതോറിറ്റിയുടെ പ്യൂരിഫൈ ലാബിൽ പരിശോധന നടത്തി ഫലം വന്നതിനു ശേഷം മാത്രമേ വെള്ളം വിതരണം പുനരാരംഭിക്കാനാകൂ എന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. പഞ്ചായത്തിന്റെ പല മേഖലകളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കെയാണ് ലഹരി സംഘങ്ങളുടെയും സാമൂഹ്യവിരുദ്ധരുടെയും അതിക്രമണത്തെ തുടർന്ന് പഞ്ചായത്ത് നിവാസികളുടെ കുടിവെള്ളം മുട്ടിച്ച് രണ്ടാം തവണയും കുടിവെള്ള വിതരണം മുടങ്ങുന്നത്. ഇപ്പോൾ സംശയമായ രീതിയിലേക്ക് നമുക്ക് വെള്ളം കൊടുക്കാൻ പറ്റാതെ, ടാങ്ക് നിറച്ച വെള്ളം കൊടുക്കാൻ അതിലെന്തെങ്കിലും കലക്കിയിട്ടുണ്ടോ എന്നുള്ള സംശയത്തിൻ്റെ ഭാഗമായി നമുക്ക് വെള്ളം കൊടുക്കാൻ പോലും ഈ പ്രദേശക്കാർക്ക് കൊടുക്കാൻ സാധിക്കാതെ വളരെയേറെ വിഷമമുണ്ട്. ആ വെള്ളം ടെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞ 2-4 ദിവസം മുമ്പ് ഇതുപോലെ ഉണ്ടായി. ആ വെള്ളം ടെസ്റ്റ് ചെയ്തു, അതിലൊന്നും കണ്ടില്ല. എന്നാലും ആ വെള്ളം മുഴുവൻ നമ്മൾ പുറത്തേക്ക് തള്ളുകയും പ്രദേശത്തുള്ള അവർക്ക് വെള്ളം മുഴുകുകയും ഉണ്ടായി. അതിൻ്റെ ഭാഗമായി വീണ്ടും ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ വീണ്ടും വന്നിപ്പോൾ പൂട്ടൊക്കെ തല്ലി പൊളിച്ച് ഇപ്പോഴും നമുക്ക് സംശയമായ രീതിയിലേക്ക് നമ്മൾ കേസ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഇനി ഇവിടെ ഒരു ജാഗ്രതാ സമിതി നമ്മുടെ ഈ പരിസരവാസികളെ നിയോഗിച്ചുകൊണ്ട് അവരുടെ ഒരു മേൽനോട്ടത്തിൽ ഒരു ജാഗ്രതാ സമിതി നമുക്ക് അത്ര അടിയന്തരമായി നമ്മൾ ചേരാൻ പോവുകയാണ്. കണ്ടുപിടിച്ചവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. കേച്ചേരിയിൽ തെരുവുനായുടെ ആക്രമണത്തിൽ 10 വയസ്സുകാരൻ ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മണലി പാൽ സൊസൈറ്റിക്ക് സമീപം കഴിഞ്ഞ ദിവസം രാത്രി 9:30-ഓടെയാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ 3 പേർക്ക് പരിക്കേറ്റത്. മണലി തെങ്ങ് സ്വദേശി വാജാട്ടുപറമ്പ് വീട്ടിൽ അക്ബർ മകൻ ഷാലിമാർ, മണലി സ്വദേശി തെക്കുപുറത്ത് വീട്ടിൽ ജലീൽ മകൻ ഷെഫീഖിന്റെ മകൻ യഹിയ എന്നിവർക്കാണ് നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. ഇവരെ കേച്ചേരി എക്സ് പ്രവർത്തകർ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചരിത്രത്തിലാദ്യമായി തലപ്പിള്ളി താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടി CPIM നേതൃത്വം നൽകിയ സഹകരണ സംരക്ഷണ മുന്നണി. ചരിത്ര വിജയത്തിന്റെ ഭാഗമായതിന്റെ അഭിമാനത്തിൽ കൂനമുച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി KJ ബിജു. ബുധനാഴ്ച നടന്ന തിരഞ്ഞെടുപ്പിലാണ് കാലങ്ങളായി കോൺഗ്രസ് ഭരണം കൈയാളിയിരുന്ന തലപ്പള്ളി താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ CPM പിടിച്ചെടുത്തത്. 11-അംഗ ഭരണസമിതിയിലേക്ക് CPM പ്രതിനിധികളായ 6 പേർ വിജയിച്ചതോടെയാണ് ഭരണം പിടിച്ചെടുക്കാനായത്. പ്രാഥമിക സംഘം ജീവനക്കാരുടെ പ്രതിനിധിയായാണ് KJ ബിജു മത്സരിച്ചത്. എതിർ സ്ഥാനാർത്ഥിയെ വലിയ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചാണ് ബിജു ഭരണസമിതിയുടെ ഭാഗമായി ചരിത്രം കുറിച്ചത്. തിരഞ്ഞെടുപ്പിൽ CPMന് വിജയിക്കാനായതിലും അതിന്റെ ഭാഗമാകാനും കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്ന് ബിജു പറഞ്ഞു. സഹകാരികൾക്ക് ഗുണകരമാകുന്ന പ്രവർത്തനങ്ങൾക്ക് ഭരണസമിതി നേതൃത്വം നൽകുമെന്നും ബിജു കൂട്ടിച്ചേർത്തു. തലപ്പള്ളി താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ജീവനക്കാരുടെ പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെടാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ട്. ചരിത്രത്തിലാദ്യമായാണ് ഇടതുപക്ഷ പാനൽ തലപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയൻ പിടിച്ചെടുക്കുന്നത്. അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു. അതോടൊപ്പം തന്നെ സഹകാരികൾക്ക് ഗുണകരമാവുന്ന രീതിയിൽ സർക്കിൾ സഹകരണ യൂണിയൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. എല്ലാ സഹായ സഹകരണങ്ങളും സഹകാരികളുടെ ഭാഗത്തുനിന്നുണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളും. പ്രാഥമിക സഹകരണ സംഘം പ്രതിനിധികളായി മത്സരിച്ച NK പ്രമോദ് കുമാർ,
US കൃഷ്ണൻകുട്ടി, MK മോഹനൻ, പട്ടികജാതി പ്രതിനിധി MK സുകുമാരൻ, ക്ഷീരസംഘം പ്രതിനിധി CV സുനിൽകുമാർ എന്നിവരാണ് CPM പാനലിൽ നിന്ന് മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ച മറ്റുള്ളവർ. ഇന്നുവരെ ഇടതുപക്ഷത്തിന് വിജയിക്കാൻ കഴിയാതിരുന്ന തലപ്പള്ളി താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ ഭരണം ഇടതുപക്ഷത്തിനു നൽകിയ സഹകാരികൾക്കും ജീവനക്കാർക്കും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവ്യർ ചിറ്റിലപ്പള്ളി നന്ദി അറിയിച്ചു. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാൻ ED പോലെയുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസികൾക്ക് ചൂട്ടുപിടിച്ച കോൺഗ്രസിന്റെ നെറികെട്ട അല്ലെങ്കിൽ ശരിയല്ലാത്ത സഹകരണ മേഖലയെ തകർക്കുന്ന നടപടികൾക്കെതിരായ സഹകാരികളുടെ അതിശക്തമായ പ്രതിഷേധമാണ് യഥാർത്ഥത്തിൽ തലപ്പള്ളി താലൂക്കിലെ സർക്കിൾ സഹകരണ യൂണിയനിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ, സഹകരണ സംരക്ഷണ മുന്നണിയെ കൊണ്ടുവന്ന് നടന്നിട്ടുള്ളത് എന്നതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. നാടൻപാട്ട് കലാകാരൻ സുമേഷ് യാത്രയായി. നാടൻപാട്ട് കലാകാരനും മേക്കപ്പ് മാനുമായ തിപ്പലശ്ശേരി കോത്തുള്ളി വീട്ടിൽ 42 വയസ്സുള്ള സുമേഷാണ് മരിച്ചത്. ഷോർട്ട് ഫിലിം സംവിധായകനും സിനിമാ നാടക നടനുമായ അഭിനയ ഗഫൂറിന്റെ ശിഷ്യനാണ്. ഹൃദയ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ബുധനാഴ്ച രാത്രി 7:30യോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. പരേതരായ സുബ്രഹ്മണ്യൻ ശാന്ത ദമ്പതികളുടെ മകനാണ്. നീതു ഭാര്യയും അർച്ചന, അതുൽ കൃഷ്ണ എന്നിവർ മക്കളുമാണ്. സംസ്കാരം കരിക്കാട് ഷൺമുഖപുരം ശ്മശാനത്തിൽ നടന്നു. വടക്കേ പുന്നയൂർ ചുള്ളിയിൽ ഷൈജു ഷാലി ദമ്പതികളുടെ മകൻ ആദികേശവ് നിര്യാതനായി. 6 വയസ്സായിരുന്നു. ആറ്റുപുറം സെന്റ് ആന്റണീസ് LP സ്കൂൾ UKG വിദ്യാർത്ഥിയായിരുന്നു. ആരാധ്യ സഹോദരിയാണ്. സംസ്കാരം നടത്തി. ഷബീർ അണ്ടത്തോടിന്റെ 13ാമത് പുസ്തകം ഹൃദയം തൊട്ട് സൂക്ഷ്മ കവിതകൾ സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ പ്രകാശനം ചെയ്തു. അണ്ടത്തോട് സെന്ററിൽ നടന്ന ചടങ്ങിൽ പൊതുപ്രവർത്തകൻ അഷ്റഫ് ചാലിൽ പുസ്തകം ഏറ്റുവാങ്ങി. അമേരിക്കൻ മലയാളി എഴുത്തുകാരൻ അബ്ദുൾ പുന്നേർകുളം അധ്യക്ഷത വഹിച്ചു. കവി പ്രസാദ് കാക്കശ്ശേരി പുസ്തക പരിചയം നടത്തി. വാർഡ് മെമ്പർ PS അലി, AM അലാവുദ്ദീൻ, VK മുഹമ്മദ്, B മായിൻകുട്ടി അണ്ടത്തോട്, AV മുഹമ്മദ് ഫൈസി പുറങ്ങ്, പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ V അബു താഹിർ, മമ്മു കടിക്കാട്, കവി ഷബീർ അണ്ടത്തോട് തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ നിർണായക സ്ഥാനമുള്ള രാഷ്ട്രീയ നാടകമായ പാട്ടബാക്കി മെയ് 18 ഞായറാഴ്ച പിറവികൊണ്ട മണ്ണിലേക്ക് വീണ്ടും എത്തുന്നു. ചടങ്ങിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. CPI ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി ഗുരുവായൂർ മണ്ഡലം CPI കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് K. ദാമോദരൻ രചിച്ച പ്രഥമ രാഷ്ട്രീയ നാടകമായ പാട്ടബാക്കി 88 വർഷങ്ങൾക്ക് മുമ്പ് പിറവികൊണ്ട അതേ മണ്ണിൽ പുനരാവതരണം നടത്തുന്നത്. 1937 കുരഞ്ഞിയൂർ കുട്ടാടൻപാടത്ത് നടന്ന പൊന്നാനി താലൂക്ക് കർഷക സമ്മേളനത്തിലാണ് ജന്മിത്വം തുലയട്ടെ എന്ന ആഹ്വാനമുയർത്തിയ പാട്ടബാക്കി നാടകം അവതരിപ്പിച്ചത്. ആയിരത്താണ്ടുകാലം നിലനിന്ന മനുഷ്യത്വവിരുദ്ധമായ ജന്മി നാടുവാഴുത്ത വ്യവസ്ഥയെ കടപുഴകിയെറിയാൻ ആഹ്വാനം ചെയ്ത പ്രഥമ രാഷ്ട്രീയ നാടകമായിരുന്നു പാട്ടബാക്കി. കർഷക സമ്മേളനത്തിന്റെ സംഘടനാ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിരുന്ന വൈലത്തൂർ കടലായി മനയുടെ തട്ടിൻപുറത്തിരുന്ന് എണ്ണവിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങളെടുത്താണ് K. ദാമോദരൻ പാട്ടബാക്കി നാടകം എഴുതിയത്. 88 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും നാടകം ഉരുവപ്പെടുത്തിയ മണ്ണിലേക്ക് തിരിച്ചെത്തുന്നത്. 18 പേർ അഭിനയിക്കുന്ന നാടകത്തിന്റെ സംവിധാനം ബാബു വൈലത്തൂരാണ് നിർവഹിക്കുന്നത്. ഞായറാഴ്ച വൈകിട്ട് നമാസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും. സെമിനാർ, ആദരസമ്മേളനം എന്നിവയും നടക്കുമെന്ന് CPI മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് P. മുഹമ്മദ് ബഷീർ, സംഘാടക സമിതി ചെയർമാൻ പ്രേംരാജ് ചുണ്ടാലാത്ത്, സംഘാടക സമിതി കൺവീനർ VM മനോജ്, വായനശാല സെക്രട്ടറി T. ഭാസ്കരൻ, PT. പ്രവീൺ പ്രസാദ് തുടങ്ങിയവർ അറിയിച്ചു. പെരുമ്പടപ്പ് ബ്ലോക്ക് പരിധിയിലെ ക്ഷീര കർഷകർക്കായി രാത്രികാല മൃഗചികിത്സാ സേവനങ്ങൾ ആരംഭിച്ചു. P. നന്ദകുമാർ MLA മൊബൈൽ വെറ്റിനറി യൂണിറ്റ് വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു. പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് E. സിന്ധു അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനീഷ് മുസ്തഫ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് K. സൗദാമിനി, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ സക്കറിയ സാദിഖ്, ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വിവിധ മൃഗസംരക്ഷണ സ്ഥാപനങ്ങളിലെ ഡോക്ടർമാരും മറ്റു ഉദ്യോഗസ്ഥരും, ക്ഷീര കർഷകർ, പൌരപ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു. വൈകിട്ട് 6 മുതൽ പുലർച്ചെ 5 മണി വരെയാണ് പ്രവർത്തന സമയം. ഇതിനായി ക്ഷീര കർഷകർക്ക് 1962 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കാം. കേരള സർക്കാരിന്റെ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മൊബൈൽ വെറ്റിനറി യൂണിറ്റ് ആരംഭിച്ചത്. 1ാം ഘട്ടം എന്ന നിലയിൽ 47 ബ്ലോക്കുകളിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. ജ്വലിക്കട്ടെ സ്ത്രീശക്തി, ഉണരട്ടെ കേരളം എന്ന മുദ്രാവാക്യവുമായി മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് JB മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയ്ക്ക് മഹിളാ കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. പെരുമ്പിലാവ് സെന്ററിൽ പതാക ഉയർത്തിയതിനു ശേഷം കൊരട്ടിക്കര കിങ് പാലസ് ഓഡിറ്റോറിയത്തിൽ എത്തിയ JB മേത്രയെ സംഘടനാ ചുമതലയുള്ള ജില്ലാ സെക്രട്ടറി സ്മിത മുരളി,
മണ്ഡലം പ്രസിഡന്റ് ബിനി സുഭാഷ്, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ വിശ്വംഭരൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ കാഞ്ഞിരപ്പള്ളി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹക്കീം KH എന്നിവർ ഹാരാർപ്പണം നടത്തി സ്വീകരിച്ചു. തുടർന്ന് മഹിളാ കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ബിനി സുഭാഷിന്റെ അധ്യക്ഷതയിൽ നടന്ന സ്വീകരണ യോഗം മുൻ DCC പ്രസിഡന്റ് MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. മുൻ MP രമ്യ ഹരിദാസ് മുഖ്യാതിഥിയായി. ജില്ലാ പ്രസിഡന്റ് T നിർമ്മല, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ, ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സോയ ജോസഫ്, സംസ്ഥാന കമ്മിറ്റി അംഗം സ്വപ്ന രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. MP അഡ്വക്കേറ്റ് JB മേത്തർ സ്വീകരണത്തിന് നന്ദി പറഞ്ഞു. നമ്മൾ വിരൽ ചൂണ്ടുന്നത് ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെയാണ്. കേരളത്തിലെ അമ്മമാരുടെ കണ്ണുനീരിന് വില കൽപ്പിക്കാത്ത, ദുരിതത്തിൽ നിന്നും ദുഃഖത്തിലേക്കും തള്ളിവിടുന്ന അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന, വിലക്കയറ്റം രൂക്ഷമാകുമ്പോൾ പോലും ആശ്വാസകരമായ നടപടികൾ സ്വീകരിക്കാത്ത, കേരളത്തിലെ മയക്കുമരുന്നിന്റെ കേന്ദ്രമാക്കി മാറ്റുന്ന, നമ്മുടെ മക്കൾക്ക് മനസ്സമാധാനത്തോടുകൂടി ക്യാമ്പസിൽ പോലും പഠിക്കാൻ കഴിയുന്ന ഇല്ലാത്ത ഒരു സാഹചര്യം ഇന്ന് കേരളത്തിൽ നിലനിൽക്കുമ്പോൾ അതിനെതിരെയാണ് നമ്മൾ വിരൽ ചൂണ്ടുന്നത്. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് JB മേത്തർ നയിക്കുന്ന സാഹസ് യാത്രയ്ക്ക് വേലൂർ പഞ്ചായത്തിൽ സ്വീകരണം നൽകി. മുൻ ആലത്തൂർ MPയും യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറിയുമായ രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് വേലൂർ മണ്ഡലം പ്രസിഡന്റ് ഫബിത ജയൻ അധ്യക്ഷയായി. സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ്, ജില്ലാ ഭാരവാഹികളായ വിജിനി ഗോപി, KR രാധിക, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഫ്രെഡി ജോൺ, PP രാമചന്ദ്രൻ, ജോസ് ഒലക്കേങ്കിൽ, PP യേശുദാസ്, ശ്യാംകുമാർ പാത്രമംഗലം, പ്രിൻസിപ്പോൾ, ആനി ലൂയിസ്, മഞ്ജുഷ ടീച്ചർ, വത്സ ജോസ് എന്നിവർ സംസാരിച്ചു. മാറഞ്ചേരി മാറാടിയിൽ കൊയ്തെടുത്ത നെല്ലിന് ഗുണനിലവാരമില്ലെന്ന് മില്ലുടമകളുടെ ഏജന്റുമാർ. കർഷകർ ദുരിതത്തിൽ. കൊയ്തെടുത്ത നെല്ലിന് ഗുണനിലവാരമില്ലെന്ന വാദവുമായി മില്ലുടമകളുടെ ഏജന്റുമാർ രംഗത്തു വന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. കൃഷിഭവൻ മുഖാന്തരം വിതരണം ചെയ്ത ഉമനെൽവിത്താണ് കർഷകർ കൃഷി ചെയ്തത്. നെല്ലിന് ഗുണനിലവാരമില്ലെങ്കിൽ അത് സർക്കാരിന്റെ വീഴ്ചയായാണ് ചൂണ്ടിക്കാണിക്കുന്നത്. മില്ലുടമകളും സർക്കാരും തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് കൊയ്ത നെല്ല് സംഭരിക്കാൻ വൈകുന്നതിൽ മാറാടിക്കോളിലെ കർഷകർ കഴിഞ്ഞ ദിവസം കൃഷിഭവൻ ഉപരോധിച്ചിരുന്നു. ഇതിനെ തുടർന്ന് കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ മാറാടിക്കോൾ മേഖല സന്ദർശിച്ചിരുന്നു. അടുത്ത ദിവസം തന്നെ നെല്ല് സംഭരിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും എന്ന് കൊണ്ടുപോകുമെന്ന് ഉറപ്പു പറയുന്നില്ല. ഇതിനു പിന്നാലെ മില്ലുടമകളുടെ ഏജന്റുമാരുടെ ഗുണനിലവാരമില്ലെന്ന വാദം കർഷകർക്ക് കൂടുതൽ തിരിച്ചടിയാകുന്നു. മാറാടിയിൽ മാത്രം 70 ടൺ നെല്ലാണ് കെട്ടിക്കിടക്കുന്നത്. വേനൽ മഴയെ അതിജീവിച്ച് കൊയ്തെടുത്ത നെല്ല് ഉപേക്ഷിക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് കർഷകർ. കർഷകരുടെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ അടുത്ത യോഗം വിളിച്ചിട്ടുണ്ട്. മാറാടിയിൽ നിന്നും കൺപോർട്ടിൽ നിന്നും കൊയ്ത് കയറ്റിയ എല്ലാം 15 ദിവസമായി ഇവിടെ കൊയ്ത് കിടക്കുന്നു. ഞങ്ങൾ ആളെ വെച്ച് ഇത് ഉണക്കി ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ. നെല്ല് കയറ്റാൻ അധികൃതരുടെ ശ്രദ്ധ ഇതിൽ കാണുന്നില്ല. ഇവർ ഏജൻറ്റ് വന്ന് പറഞ്ഞു ഞങ്ങളോട് ഇതിൽ പതിരുണ്ട്, അപ്പോൾ ഇത് നെല്ല് കംപ്ലൈൻ്റാണ് എന്നെല്ലാം പറഞ്ഞ് അവർ പോയി. പിന്നെ അതിന് മറുപടിയൊന്നുമില്ല. കൃഷിഭവൻ തന്ന വിത്താണ് ഞങ്ങൾ ഇറക്കിയത്. അപ്പോൾ അധികൃതരുടെ ശ്രദ്ധ ഇതിൽ തീരെ കാണുന്നില്ല. ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. വളരെയധികം ബുദ്ധിമുട്ടിലാണ്. കേര കർഷകരുടെ വികസനത്തിന് വേണ്ടി ലോകബാങ്കിൽ നിന്ന് ലഭിച്ച 1300 കോടി രൂപ വകമാറ്റി ചിലവഴിച്ച സംസ്ഥാന സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് കർഷക കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃഷിഭവനിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മുല്ലശ്ശേരി കൃഷി ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിനെ തുടർന്ന് നടന്ന ധർണ DCC സെക്രട്ടറി PK രാജൻ ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് KB ബാബുരാജ് കർണംകോട്ട് അധ്യക്ഷനായി. കർഷക കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി ജെയിംസ് ചിറ്റ്ലപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി, കോക്കനട്ട് സൊസൈറ്റി പ്രസിഡന്റ് പ്രസാദ് പണിക്കൻ, പഞ്ചായത്ത് അംഗങ്ങളായ ക്ലമൻ ഫ്രാൻസിസ്, സുനീതി അരുൺകുമാർ, സേവാദൾ മണ്ഡലം ചെയർമാൻ സിറാജ് മൂക്കലെ എന്നിവർ സംസാരിച്ചു. KR വിശ്വനാഥൻ, NS പ്രേമൻ, സുകുമാരൻ അമ്പാടി, സജീവൻ പാലക്കൽ, PR പ്രേമൻ, MB ജമാൽ, PM സലാം എന്നിവർ നേതൃത്വം നൽകി. ചെറുവത്താനിയിൽ കർഷകനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തലപ്പള്ളി വീട്ടിൽ 58 വയസ്സുള്ള ദേവദാസാണ് കുടുംബക്ഷേത്രത്തിലെ ഓഫീസ് മുറിയിൽ തൂങ്ങി മരിച്ചത്. വ്യാഴാഴ്ച പുലർച്ചെ 5:30 ക്ഷേത്രത്തിലെത്തിയ തന്ത്രിയാണ് ആദ്യം കണ്ടത്. തുടർന്ന് ബന്ധുക്കളെ വിവരമറിയിച്ചു. മൃതദേഹം കുന്നംകുളം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഷീന ഭാര്യയും അഞ്ജന, അർച്ചന എന്നിവർ മക്കളുമാണ്.
മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ നയിക്കുന്ന സാഹസ് യാത്രയ്ക്ക് എരുമപ്പെട്ടിയിൽ സ്വീകരണം നൽകി. AICC മെമ്പർ നെയ്യാറ്റിൻകര സനൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അനിത വിൻസെന്റ് അധ്യക്ഷയായി. യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറിയും മുൻ MP-യുമായ രമ്യ ഹരിദാസ് മുഖ്യാതിഥിയായി. ചടങ്ങിൽ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാന പ്രസിഡന്റിന് കുറ്റപത്രം സമർപ്പിക്കലും തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപഹാരം നൽകി ആദരിക്കുകയും ചെയ്തു. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സെഫീന ആസീസ്, ജില്ലാ ഭാരവാഹികളായ KR രാധിക, വിനോദിനി പാലക്കൽ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, PS സുനീഷ്, NK കബീർ, K ഗോവിന്ദൻകുട്ടി, MA ഉസ്മാൻ, PM യൂസഫ്, AU മനാഫ്, ഇന്ദിര രവി, റുഖിയ എന്നിവർ സംസാരിച്ചു. ഒരുമനയൂരിലെ വലിയ കായിക മാമാങ്കമായ പ്രീമിയർ ലീഗിന്റെ 15ാമത് സീസണിന് തുടക്കമായി. ലഹരി എന്ന മഹാവിപത്തിനെതിരെ സ്പോർട്സാണ് ലഹരി എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ഇത്തവണ ഒരുമനയൂർ പ്രീമിയർ ലീഗിന് തുടക്കം കുറിച്ചത്. ഒരു വർഷം നീണ്ടുനിൽക്കുന്ന പ്രീമിയർ ലീഗിന്റെ ഉദ്ഘാടനം ഒരുമനയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് നിർവഹിച്ചു. പ്രീമിയർ ലീഗ് ചെയർമാൻ മുത്തു ഒരുമനയൂർ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം KJ ചാക്കോ, TP പത്മദാസ്, സൈഫു തുടങ്ങിയവർ സംസാരിച്ചു. അനസ് നന്മ സ്വാഗതവും RK ഷെജിൽ നന്ദിയും പറഞ്ഞു. അഞ്ഞൂർ പാർക്കാടി ഭഗവതി ക്ഷേത്രത്തിൽ 27ാമത് മദ്ദള കേസരി കുളമംഗത്ത് നാരായണൻ നായർ അനുസ്മരണവും എൻഡോമെന്റ് വിതരണവും നടത്തി. ചടങ്ങിൽ പാർക്കാടി ക്ഷേത്രം ഊരാളൻ തോട്ടപ്പായമന ശങ്കരൻ നമ്പൂതിരി, മദ്ദള കലാകാരൻ എടപ്പാൾ സേതുവിന് എൻഡോമെന്റ് സമർപ്പിച്ചു. എരവത്ത് അപ്പുമാരാർ, പെരിങ്ങോട് നന്ദകുമാർ, പെരിങ്ങോട് രാജീവ്, പെരിങ്ങോട് വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് മദ്ദള കേളിയും ഉണ്ടായിരുന്നു. അഗതിയൂർ കലശമല ആര്യലോക് ആശ്രമത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ സംഘടനയായ ആര്യശക്തിയുടെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണം നടത്തി. മേഖലയിലെ അർഹരായ 51 വിദ്യാർത്ഥികൾക്കാണ് ബാഗും പുസ്തകങ്ങളും അടങ്ങുന്ന പഠനോപകരണ കിറ്റുകൾ നൽകിയത്. ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത വിതരണോദ്ഘാടനം നിർവഹിച്ചു. തവനൂർ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ് പ്രൊഫസർ ഡോക്ടർ അബ്ദുൾ ഹക്കീം മുഖ്യാതിഥിയായി. ഡോക്ടർ ജയചന്ദ്രൻ നാട്ടുവള്ളി വിദ്യാഭ്യാസവും സാംസ്കാരിക മൂല്യങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി സെമിനാർ നയിച്ചു. ആര്യമഹർഷി അനുഗ്രഹ സന്ദേശം നൽകി. വിജയരാഘവൻ, ആര്യനാമിക, ബിന്ദു ഭാസുരി തുടങ്ങിയവർ സംസാരിച്ചു. കാട്ടുകാമ്പാൽ കാഞ്ഞിരമുക്ക് MGS സ്കൂളിൽ നിന്നും 4 വിദ്യാർത്ഥികൾ LSS സ്കോളർഷിപ്പ് നേടി. MS ഗായത്രി, MS അനയകൃഷ്ണ, ഗായത്രി K അരവിന്ദ്, KA മീനാക്ഷി എന്നിവരാണ് സ്കോളർഷിപ്പ് നേടി സ്കൂളിന്റെ അഭിമാന താരങ്ങളായി മാറിയത്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8610 രൂപ, പവന് 68,880 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 107 രൂപ. ചരമം. ചൊവ്വന്നൂർ മുരിങ്ങത്തേരി പരേതനായ പൗലോസ് മകൻ ഷിബു നിര്യാതനായി. 56 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വന്നൂർ സെന്റ് തോമസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടന്നു. ഡെയ്സി ഭാര്യയും ഷെൽമ, ഷിബിൻ, ഷിഖ എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭീകരാക്രമണം നിലയ്ക്കാതെ അതിർത്തി ഗ്രാമങ്ങൾ. ഓപ്പറേഷൻ നാദർ ഏറ്റുമുട്ടലിൽ 3 ഭീകരരെ സുരക്ഷാസേന വധിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന് സഹായം നൽകിയ ആസിഫ് ഷെയ്ഖ് അടക്കമുള്ള 3 ലഷ്കർ ഭീകരരെയാണ് വധിച്ചത്. പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള ജനസേവന കേന്ദ്രമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഓഫീസുകളെന്ന് രമേശ് ചെന്നിത്തല MLA. നവീകരിച്ച കുന്നംകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന്റെയും ഇന്ദിരാഗാന്ധി കോൺഗ്രസ് ഭവൻ CT ഗീവർ മാസ്റ്റർ സ്മാരക കോൺഫറൻസ് ഹാളിന്റെയും ഉദ്ഘാടനം രമേശ് ചെന്നിത്തല നിർവഹിച്ചു. കേച്ചേരിയിലെ പെരുവൻമലയിലെ കുടിവെള്ള സംഭരണിയുടെ പൂട്ട് വീണ്ടും തകർത്ത സാമൂഹ്യവിരുദ്ധരുടെ വിളയാട്ടം. പോലീസ് പരിശോധന കാര്യക്ഷമമാക്കണമെന്ന് ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ്. കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ നിർണായക സ്ഥാനമുള്ള രാഷ്ട്രീയ നാടകമായ പാട്ടബാക്കി മെയ് 18 ഞായറാഴ്ച പിറവികൊണ്ട മണ്ണിലേക്ക് വീണ്ടും എത്തുന്നു. ചടങ്ങിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ.
ചരിത്രത്തിലാദ്യമായി തലപ്പിള്ളി താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടി CPIM നേതൃത്വം നൽകിയ സഹകരണ സംരക്ഷണ മുന്നണി. ചരിത്ര വിജയത്തിന്റെ ഭാഗമായതിന്റെ അഭിമാനത്തിൽ കൂനമുച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി KJ ബിജു. തെരുവുനായ ആക്രമണം ഒഴിയാതെ നാട്. കേച്ചേരിയിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ 10 വയസ്സുകാരൻ ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.